എറണാകുളത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് സ്ഥാനാർത്ഥിയായ ഘട്ടത്തിൽ തന്നെ ഞാൻ വോട്ടർമാരോട് ചോദിക്കുകയുണ്ടായിരുന്നു. എന്നിൽ നിന്ന് അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഒരു MP എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച് ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അതിനുള്ളൊരു വികസന കാഴ്ചപ്പാട് രൂപം നൽകുകയാണ്. അതിൽ പ്രധാനം ഇവിടുത്തെ മാലിന്യം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2 ശുദ്ധ ജലം ലഭിക്കുന്ന പ്രശ്നമുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം തീരദേശമാണ്. അവിടെ നല്ല ശ്രദ്ധ വരേണ്ടിയിരുന്ന ഒരു മേഖലയാണ് തീരദേശം എന്നുള്ളത്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കുറേയേറെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. അതൊന്നുകൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പരമ്പരാഗത വ്യവസായങ്ങളുടെ വീണ്ടെടുക്കൽ, പിന്നെ CPSU സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ, അവയെല്ലാം ഇപ്പോൾ വൻ പ്രതിസന്ധിയിലാണ്. അപ്പോൾ വ്യവസായ മേഖലയിൽ ഒരു ഉണർവുണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു സമഗ്രമായ വികസനം, പിന്നെ ഗതാഗത പ്രശ്നങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ളത്, അതിൽ വാട്ടർ ട്രാൻസ്പോർട്ട്, വാട്ടർ മെട്രോ, അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കണം. റെയിൽവേ ലൈനാണെങ്കിൽ ഓപ്റ്റിക്കൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ ഇരട്ടിയിലധികം സാധ്യതകൾ ട്രെയിനുകൾ ഓടിക്കാനുള്ള സാധ്യതയുണ്ട്. സബർബൻ ട്രെയിൻ സിസ്റ്റം ശക്തിപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ മെട്രോ കാക്കനാട്ടേക്ക് നീട്ടേണ്ട ആവശ്യമുണ്ട്. റോഡുകളുടെ പുതിയ റോഡുകൾ, തൃപ്പൂണിത്തുറ ബൈപ്പാസിൻ്റെയും കൊച്ചി ധനുഷ്കോടി ഹൈവേയുടെ പ്രശ്നമുണ്ട്. NH-17 വൈഡൻ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുമ്പോൾ തന്നെ നേരത്തെ സ്ഥലം വിട്ടുകൊടുത്ത് വീണ്ടും വിട്ടുകൊടുക്കേണ്ടി വരുന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യണം. അപ്പം അങ്ങനെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു വികസനം, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഹബ്ബ്. അപ്പം അങ്ങനെ വലിയ സാധ്യതയുണ്ട് എറണാകുളത്തെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുക. ഞങ്ങളൊരു മതനിരപേക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു വർഗീയ വിരുദ്ധ നിലപാടാണ്. ആ രാഷ്ട്രീയം ഇവിടെയും പ്രചരിപ്പിക്കാനായിട്ട് നന്നായി ശ്രമിക്കുന്നുണ്ട്. ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരേണ്ടതുണ്ട്. അതിനുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇല്ല, അതിപ്പോൾ ദേശാഭിമാനിയുടെ ഞാനിപ്പോൾ ദൈനംദിന ചുമതലകൾ നോക്കുന്നില്ല സ്ഥാനാർത്ഥിയായതുകൊണ്ട്. വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് കൈകാര്യം ചെയ്യുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ പ്രസക്തമാണ്. BJPക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടം രാജ്യത്ത് നടക്കുമ്പോൾ BJPക്കെതിരെ നിൽക്കുന്നതിന് പകരം അക്കാര്യത്തിൽ വളരെ ശക്തമായ, വളരെ സ്ഥായിയായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ നിശ്ചയിക്കുക വഴി വളരെ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അതാണ് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് അത്ര ആശയങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത്, അല്ലാണ്ട് വ്യക്തികളെയല്ല. അതുകൊണ്ട് ആ പ്രയോഗം അത് അനുചിതമായി പോയി എന്നുള്ളത് ബന്ധപ്പെട്ടവരന്ന് തന്നെ അറിയിക്കുകയുണ്ടായി. അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞാൽ അമേഠിയിൽ എത്ര സീറ്റ്, UP എത്ര സീറ്റ് കിട്ടുമായിരുന്നു കോൺഗ്രസിന്? അവിടെ രാഹുൽ ഗാന്ധി മാത്രമല്ല, സോണിയാഗാന്ധിയും മത്സരിച്ചല്ലോ. പ്രിയങ്ക ഗാന്ധിയും വധേരയും എല്ലാവരും തെരഞ്ഞെടുപ്പിലിറങ്ങി. UP ആണെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ തറവാട് അവിടെയാണ്, അവരുടെ ഹൃദയം അവിടെയാണ്. 91 നരസിംഹറാവിന് മുൻപുള്ള എല്ലാ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരും അവിടെ തന്നെയായിരുന്നു. പക്ഷെ 2 സീറ്റിൽ അവർ ജയിച്ചുള്ളൂ. മറ്റൊരു സീറ്റിലും അതിന് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേശീയ തലത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ സർക്കാരിന് വേണ്ടിയായിരിക്കും ഞങ്ങൾ നിലകൊള്ളുക. അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത്തരം സഖ്യങ്ങൾ വരിക. ഇന്ത്യയിൽ മുന്നണി സർക്കാരുകൾ മിക്കവാറും രൂപം കൊള്ളുന്നത് തെരഞ്ഞെടുപ്പുകൾ വരുന്ന റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. പ്രീ പോൾ അലയൻസ് അങ്ങനെ ഇന്ത്യയിൽ അധികം വിജയിച്ചിട്ടില്ല. പോസ്റ്റ് പോൾ അലയൻസുകളാണ് സർക്കാരുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ റിസൾട്ടിന് ശേഷം അതാതിടങ്ങളിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ട് അപ്പോഴായിരിക്കും ഒരു സമീപനത്തിലേക്ക് എത്തുക. ഞങ്ങളുടെ പ്രയോറിറ്റി ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വരണം എന്നുള്ളതാണ്. അതൊന്നും ഇപ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ചില പ്രശ്നങ്ങൾ അവർക്ക് വിയോജിപ്പുകളുണ്ടാകാം. ആ വിയോജിപ്പുകൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചവൻ അവർ അതിനോട് വിയോജിച്ചിട്ടുണ്ടാകാം. തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. അതാണ് ഇതുവരെയുള്ള അതിൻ്റെ അനുഭവം. ഞങ്ങളുടെ എണ്ണത്തിലല്ല, ഞങ്ങളുടെ നിലപാടുകളിലാണ് ഞങ്ങളുടെ കരുത്തിരിക്കുന്നത്. എത്ര എണ്ണമെന്നുള്ള ഉള്ള എണ്ണം എങ്ങനെ നിൽക്കുന്നു, അത് ചാഞ്ചാടാത്തതാണ്. എത്ര എണ്ണം ഉണ്ടായിട്ട് നേരെ വ്യത്യസ്ത നിലപാടിലേക്ക് പോയാൽ ആ എണ്ണം കൊണ്ട് പ്രസക്തി ഉണ്ടാവും. പിന്നെ ജനാധിപത്യത്തിൽ എണ്ണം എത്ര എന്നുള്ളത് നിശ്ചയിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും ശക്തി എന്ന രൂപത്തിലായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും വലിയ ഭൂരിപക്ഷമില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു MP വലിയ ശക്തി ഉണ്ടാവും. ഒരു പാർട്ടിക്ക് വല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ 100 MP പാർട്ടിക്ക് ഒരു ശക്തി ഉണ്ടാവില്ല. അത് ആപേക്ഷികമായിട്ടാണ് ശക്തി വരുന്നത്. എന്നാൽ ഞങ്ങളുടെ കരുത്ത് പ്രധാനമായിട്ടും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾക്കകത്താണ്.
ഞങ്ങൾ പരമാവധി എന്നൊരു സ്ഥാനാർത്ഥി തമ്മിൽ ഞാൻ ചെയ്യുന്നത് പരമാവധി വോട്ടർമാരിലേക്ക് എത്താനുള്ള ശ്രമമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ നിലപാടിലേക്ക് എത്തും. അവരാണ് വിധികർത്താക്കൾ. അവരിലേക്ക് എത്താൻ പരമാവധി ശ്രമിക്കലാണ് സ്ഥാനാർത്ഥി തമ്മിൽ എൻ്റെ പരിശ്രമം എന്നുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. നല്ല പുതിയ വിഭാഗം അത് തന്നെ ഇപ്പോൾ എൻ്റെയൊക്കെ എങ്ങനെ വെർച്വലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നോടൊപ്പം പഠിച്ചവർ, എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്നവർ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2009 വിരമിക്കുമ്പോൾ അന്ന് തെലുങ്ക് ചാനൽ ഒരു 6-7 മിനിറ്റ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ഞാൻ പക്ഷേ എൻ്റെ ശ്രദ്ധയിലേ പെട്ടിരുന്നില്ല. ഇപ്പോഴാണത് ഞാൻ കാണുന്നത്. അത് പലരും അത് കണ്ടുപിടിച്ച്, അതുപോലെ പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ, ഞാൻ നടത്തിയ ഇടപെടലുകൾ, ഇവിടെ നടത്തിയ ചില പ്രവർത്തനങ്ങൾ, അതെല്ലാം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പലരായി. സോഷ്യൽ മീഡിയ ആകാം. ഇപ്പോൾ മഹാരാഷ്ട്ര കുട്ടികൾ സ്വീകരിച്ചപ്പോൾ ഒരു സ്ലോഗൻ എഴുതി. ആ സ്ലോഗനിൽ നിന്ന് ബിജി ബാലൊരു മ്യൂസിക് ചെയ്തു. വേറെ ചില സുഹൃത്തുക്കൾ, MG ശ്രീകുമാർ വേറൊരു പാട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് പരിചിതരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലതരങ്ങളിൽ ഇടപെടുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാത്ത മാധ്യമങ്ങൾ വഴിയും. ഞാൻ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ എടുക്കുന്നുണ്ട്. അവരത് അവരുടേതായ മാധ്യമങ്ങളിൽ ചിലർ പ്രൊഫൈൽ പിക്ചറായി ചിലർ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. ഞാൻ പോകുന്ന യാത്രകൾ സാധാരണ ഞാൻ എഴുതാറുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ പറ്റിയെന്ന് വരില്ല. നേരത്തെ ഞാൻ തന്നെയാണ് പേ ചെയ്യാറ്. ചില ഘട്ടങ്ങളിൽ മറ്റേ ഫോട്ടോകളെല്ലാം ചിലപ്പോൾ ഓഫീസിൽ നിന്ന് അപ്ലോഡ് ചെയ്തെന്ന് വരും. എഴുത്തുകൾ മിക്കവാറും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അല്ല, ഈ മാധ്യമ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? അല്ല, മാധ്യമം ജനാധിപത്യത്തിൻ്റെ ഒരു 4-ാം തൂണാണല്ലോ. മാധ്യമം പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്കാണ് മാധ്യമങ്ങൾ വഹിക്കുന്നത്. നിഷ്പക്ഷമായൊരു മാധ്യമ പ്രവർത്തനമില്ല. നിഷ്പക്ഷം എന്നുള്ളൊരു പക്ഷത്തെ സഹായിക്കുന്നത് മാത്രമായിരിക്കും. അപ്പോൾ ഏത് മാധ്യമ പ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയും. അപ്പം അത് പ്രകടമായി അറിഞ്ഞു ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു പാർലമെൻ്ററി പ്രവർത്തനം. പാർലമെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു, കാര്യങ്ങളിൽ ഇടപെടാൻ അവിടെ നിന്നുള്ള പരിശീലനം കിട്ടി. ഏറ്റവും കൂടുതൽ കഴിഞ്ഞത് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ നന്നായി ഇടപെടാൻ കഴിഞ്ഞു. ഇപ്പോൾ അന്ന് മെഡിക്കൽ കോളേജുകൾ മാത്രമുള്ളപ്പോഴാണ് ആലുവയിൽ, അന്ന് താലൂക്ക് ആശുപത്രിയായിരുന്നു ആലുവ, ഡയാലിസിസ് സെൻ്റർ തുടങ്ങുന്നത്. ഇപ്പോൾ 26 മെഷീനുകളുണ്ട്. അതിൻ്റെ മാതൃകയിൽ 34 ഡയാലിസിസ് സെൻ്ററുകൾ കേരളത്തിൽ ആ മോഡൽ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ജനറൽ ആശുപത്രിയെ ഒരു പുതിയ മാതൃകയിലേക്ക്, പണ്ട് ആളുകൾ കെട്ടിടങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ മറ്റ് MLA ആകാം, MP ആകാം, അവർക്കൊന്നും അവഗണിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഒരു പൊതു സംവിധാനമായി ജനറൽ ആശുപത്രി മാറി. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അത്തരം കാര്യങ്ങളിലെല്ലാം നന്നായി ഇടപെടുന്നതിന് ആ സന്ദർഭം കിട്ടി. അതെല്ലാം ഒരു അവസരമായിരുന്നു. അത് പരമാവധി നന്മ ചെയ്യാൻ വേണ്ടി, മനുഷ്യർക്ക് നന്മ ചെയ്യാൻ വേണ്ടി അത്തരം MP ലാഡുകളുടെ വിനിയോഗം അത് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. എതിരാളി ആരാണെങ്കിലും കരുത്തനാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അവരൊരാൾ MLA ആണ്, ഒരു MP ആണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്താണെങ്കിലും അവർക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുന്നവരാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ കാണുന്നത്. ഏതൊരാളും ശക്തനായ എതിരാളി തന്നെ. എതിരാളി ആരാണെന്ന് നോക്കിയിട്ടുള്ളത്. എനിക്കെന്താണ് പറയാനുള്ളത്, എൻ്റെ നിലപാടെന്ത്, എൻ്റെ മുന്നണിയുടെ നിലപാടെന്താണ്, ഏത് രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏത് വികസന കാഴ്ചപ്പാടാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഇതാണ് എൻ്റെ സമീപനം എന്നുള്ളത്.